ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ചിലപ്പോഴൊക്കെ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണ്. ശരിയല്ലേ? എൻ്റെ ജീവിതത്തിലൂടെ പോവാം. അതായത് ചെറുപ്പ കാലഘട്ടത്തിൽ ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. ശരിയല്ലേ? അതൊരു കംഫർട്ട് സോണാണ്, കൃത്യമായൊരു ഇൻകം സോഴ്സാണ്. അത് മാത്രമല്ല, സമൂഹത്തിലൊരു വിലയുണ്ട്. മാത്രമല്ല, കൃത്യമായ അക്കൗണ്ടിൽ 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം വീഴും. തുടങ്ങി ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ട്. പെൻഷൻ ഇപ്പോൾ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ കീഴിലാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതൊക്കെ ഒരു പ്രിവിലേജാണ്. അപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സാധ്യതകളും അവസരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിൽ റാങ്ക് ലിസ്റ്റിൽ പേരും വന്ന് ജോലിക്ക് കയറുന്നതിന് മുൻപ് പത്രത്തിലൊക്കെ ഫോട്ടോ വരുത്തി നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഷൈൻ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നൊരു അവസ്ഥയുണ്ട്. അവിടുന്ന് എൻ്റെ യാത്ര ഒറ്റയ്ക്കായിരുന്നു. ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ സംരംഭകരിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ്. ഒരാൾ ഒരു ദിവസം കൊണ്ടൊരു സംരംഭം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല. വലിയ കാഴ്ചകൾ കണ്ട വ്യക്തികൾക്ക് മാത്രമേ ഏതൊരു ചെറിയ സംവിധാനവും അതിഭയങ്കരവും ഭംഗിയായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഉള്ള രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വലിയ കാഴ്ചകൾ കണ്ടിട്ടേ എൻ്റെ ഏതൊരു ചെറിയ സംവിധാനത്തിലും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ 2-2.5 വർഷത്തെ ഒരു അധ്വാനവും യാത്രയുണ്ട്. ഉറക്കവും 1 രൂപ വരുമാനവും ഇല്ലാതെ തുടങ്ങുന്ന ഒരു യാത്ര. അതിൻ്റെ പല ഘട്ടങ്ങളാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. കോവിഡിനൊക്കെ മുൻപേ ആയിരുന്നു ആദ്യത്തെ യാത്ര. മലപ്പുറത്ത് നിന്നുള്ള ഒരു ഒപ്റ്റിക്കൽസ്, അതുപോലെ ഡ്രസ് ഐറ്റംസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, FMCG, ഇലക്ട്രോണിക്സ്, ടെക്, ഇങ്ങനെ പല മേഖലകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 100 കോടിയാണ് ടേൺ ഓവർ. ശ്രദ്ധിക്കണേ, ടേൺ ഓവറാണ്, പ്രോഫിറ്റ് അല്ല. ആ വ്യക്തിയുടെ കൂടെയായിരുന്നു ആദ്യത്തെ യാത്ര. പുറമേ കാണുന്ന ഒരു സംരംഭകൻ്റെ ജീവിതമല്ല യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ലൈഫ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. ഇനി കുറച്ച് ആളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ബിസിനസ് ആയിരുന്നു, ഒരു ട്രഡീഷണൽ ബിസിനസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെയും ബന്ധുക്കളുടെയും പലരുടെയും അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹം അത്തരത്തിലുള്ളൊരു വ്യക്തി അല്ലാത്തത് കൊണ്ട് പലരുടെ നിന്നും ഒറ്റപ്പെടലും അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഞാൻ ഈ പറയുന്ന ആർക്കെങ്കിലും റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്തോളൂ. അതുപോലെ തന്നെ പ്രമുഖമായ പല സ്ഥാപനങ്ങളിൽ നടത്തി വിജയിച്ച പല തിയറികളും ഈ ചെറിയ സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാൻ നോക്കും. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പോലും ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. ചിലപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ്സ് താങ്ങിയെന്ന് വരില്ല. ആ ഇൻഫ്ര നമുക്ക് ചിലപ്പോൾ ഇനീഷ്യലി ഉപയോഗത്തിൻ്റെ വരില്ല. പക്ഷേ ആ നടപ്പാക്കുന്നതിലൂടെ വരുന്ന നഷ്ടം സഹിക്കേണ്ടി വരും. അത് ചിലപ്പോൾ വല്ല ടെക്നോളജികളാവാം, വല്ല എക്യുപ്മെൻറ്റ്സ് ആവാം, വല്ല അസറ്റ്സ് ആവാം, അല്ലെങ്കിൽ മെഷീനറീസ് ആവാം, എന്തുമായിക്കോട്ടെ. ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പല സ്റ്റോക്കുകളായിരിക്കാം, ബിൽഡിങ്ങുകളായിരിക്കാം. അത് മറ്റുള്ളവരുടേതുപോലെ കൊണ്ടുവരുന്നതിലൂടെ നമുക്കതിന് പ്രയോജനം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണോ നമ്മളത് ചെയ്യുക? മാത്രമല്ല, അദ്ദേഹം ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ബിസിനസ്സിലും സ്ഥാനം ഓട്ടോമാറ്റിക്കലി കയറി വരുമല്ലോ. അതുകൊണ്ട് എന്തുണ്ടാവും? നോ പറയാൻ പറ്റില്ല. പറയേണ്ട സാഹചര്യത്തിലും അത് അവർക്ക് വിഷമമാവോ എന്നുള്ള ചിന്തയിൽ അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങളും സമയനഷ്ടങ്ങളും ഒരുപാടുണ്ട്, സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് തന്നെ, ഒരു കമ്മ്യൂണിറ്റി ബിസിനസ് ആയതുകൊണ്ട് ഫണ്ട് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. ട്രഡീഷണൽ ബിസിനസ് ആണല്ലോ, ഒരു കമ്മ്യൂണിറ്റിയും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ വരുന്ന ഫണ്ടുകൾ ചിലപ്പോൾ സ്റ്റോക്കിൽ ഇറക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവും. സോ പ്രൊഡക്റ്റ് വാങ്ങിയത് വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് തൻ്റെ യഥാർത്ഥ കസ്റ്റമേഴ്സ് അല്ല, അല്ലെങ്കിൽ തൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ തുടങ്ങിയ ആരും വിചാരിച്ചവരല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അതേ പേടി തന്നെയാണ് ടേൺ ഓവർ നോക്കി ബാങ്കുകൾ ലോൺ തരുമ്പോൾ ആ ലോൺ പല കാര്യങ്ങളിലേക്ക് ഫണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഒരു കൃത്യമായൊരു ഇൻകം ഫണൽ ഇല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ച എമൗണ്ട് വരും എന്ന് വിചാരിച്ചത് ബ്ലോക്ക് ആവുമ്പോൾ വരുന്നൊരു പേടി ഉണ്ടല്ലോ, തിരിച്ചടക്കണ്ടേ? ഈ പേടിയും ഒക്കെ ഒന്ന് തന്നെയാണ്. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തൊരു സംരംഭകൻ അവൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ ഒരുപക്ഷെ പണം കൊണ്ടായിരിക്കും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നും അവൻ പണം കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതില്ലാത്തൊരു വ്യക്തി അവൻ്റെ ഇൻ്റലിജൻസ് കൊണ്ട്, ബുദ്ധി കൊണ്ടോ ഒരുപക്ഷെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. സംരംഭകരോടൊത്തുള്ള യാത്രയും പാഠങ്ങളും അനുഭവങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ കൂടുതൽ പരിചയപ്പെടാൻ ചാനലൊന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ ശരി.